My friends, I am Ajikumar, the English trainer from English Academy, Pathanapuram. Why do English Academy says that we should learn English? നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഇംഗ്ലീഷ് അക്കാഡമി പറയാൻ കാര്യം, എസ്പെഷ്യലി സ്റ്റുഡൻസിനോട് പറയാൻ കാര്യം, നിങ്ങൾ പോകുന്ന ട്യൂഷൻ സെൻറ്ററിലാകട്ടെ, നിങ്ങൾ പോകുന്ന സ്കൂളിലാകട്ടെ, അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല. മറിച്ച് അവർ പഠിപ്പിക്കുന്നത് സിലബസ് ആണ്. ദേ ആർ ടീച്ചിങ് ദ സിലബസ്, ബട്ട് സിലബസ് ദ റൂൾസ് ഓഫ് ദ ഗവൺമെൻറ്. ദേ ആർ പ്രൊവൈഡിങ് സ്റ്റോറീസ്, they are providing poems, articles to teach you. It only improves your word power and you get message from those stories, those poems and those articles. ഈ മെസ്സേജുകളല്ല, മറിച്ച് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇംഗ്ലീഷിൻ്റെ ബേസ് ഇല്ലെങ്കിൽ അഡ്വാൻസ് പോകാനൊക്കത്തില്ല. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് 70% ഓഫ് ദി സ്റ്റുഡൻസ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എക്സാം എഴുതാൻ പോകുന്നത്. 10th അടുത്ത ആനുവൽ എക്സാമിനേഷൻ 72% ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുന്നത് എല്ലാം ഇംഗ്ലീഷിലാണ്. അഗെയിൻ ഐ ടോൾഡ് യു, ടീച്ചേഴ്സ് യൂസ്ഡ് ടു ടീച്ച് സിലബസ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവർ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് അല്ല. നീ ട്യൂഷൻ സെൻറ്ററിൽ പോയാലും ഇത് തന്നെ അവസ്ഥ. അവർ പഠിപ്പിക്കുന്നത് സിലബസാണ്. ഇംഗ്ലീഷ് അക്കാഡമി ചെയ്തത് ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബേസ് കൊടുക്കും. നമുക്കറിയാം, ഒരു ബേസ് ഉണ്ടെങ്കിലേ ഒരു കെട്ടിടം നിൽക്കത്തുള്ളൂ. ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ പോകാം. ബേസിക് നോളജ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഇംഗ്ലീഷ് അക്കാഡമി നിങ്ങൾക്ക് ബേസിക് നോളജ് ഒരു 10 ദിവസം കൊണ്ട് തരും. ഈ ബേസിക് നോളജ് മതി ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സിലബസോ ഈ ട്യൂഷൻ സെൻറ്ററിൽ പോയിരുന്ന സമയം കളയുന്നോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ. സിമ്പിൾ. ഇംഗ്ലീഷ് അക്കാഡമി യൂസസ് വെരി സിമ്പിൾ മെത്തേഡ്. ഞങ്ങളുടെ ഫീസ് വളരെ ലോ ആണ്. ഫീസ് ഞങ്ങളല്ല തീരുമാനിക്കുന്നത്, നിങ്ങളാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ.